ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ രാജുവും ഋതിയും ആരും കാണാതെ നല്ല റൊമാൻസിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഋതിക പറയുക, രാജു എന്നോട് പിണങ്ങില്ല, രാജുവിന് എന്നോട് പിണങ്ങാൻ പറ്റില്ല. അങ്ങനെ നല്ല ഒരു മൂഡിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജു നോക്കുമ്പോൾ രാധമ്മ ആ ഡോറ് തുറന്ന് വരുന്നത് കാണുന്നുണ്ട്. ശിവപൂജയിൽ കരടി വന്ന് കയറിയതുപോലെ നമ്മുടെ രാധമ്മയുടെ വരവ്. പെട്ടെന്ന് രാജു മുഖത്ത് കുറച്ച് ദേഷ്യമൊക്കെ വരുത്തി ആ ടോണൊക്കെ അങ്ങോട്ട് മാറ്റി. ഋതികയുടെ നേരെ ചാട്ടം. എന്റെ കമ്പനിയിൽ തോന്നിവാസം കാണിക്കുന്നോ? ഞാൻ അനുവദിക്കില്ല. ഋതികയാകെ അന്തം വിട്ടിങ്ങനെ നോക്കുക. ദൈവമേ, ഇത്രയും നേരം നല്ല രീതിക്ക് സംസാരിച്ച രാജു എന്താ ഇങ്ങനെ പറയുന്നത്? കാര്യം മനസ്സിലാകാതെ ഋതിയെ ഭയക്കുന്നുവെന്ന് മനസ്സിലാക്കി രാജു പതുക്കെ കണ്ണം നെറുക്കി കാണിച്ചിട്ട്, മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിലേ വീട്ടിൽ പറഞ്ഞു വിടും ഞാൻ എന്നിങ്ങനെ പറയുവാൻ. പെട്ടെന്ന് ഋതിക ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാധമ്മയോടെ നിൽക്കുന്നു. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. ഉത്തരവാദിത്വത്തോടെ നന്നായിട്ട് ജോലി ചെയ്യണം, അതിനുവേണ്ടിയാണ് നിനക്ക് സാലറി തരുന്നത്. രാധമ്മയുടെ ആ ആടയാഭരണങ്ങളൊക്കെ ഒന്ന് കാണണം. രാധമ്മ ഈ ജന്മത്തിൽ ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഇടുവെന്ന് പ്രതീക്ഷിച്ചതല്ല. അതൊക്കെ കൈവന്നതിന്റെ അഹങ്കാരവും അഹംഭാവവും ശരിക്കും രാധമ്മയ്ക്കുണ്ട്. രാധമ്മ രാജു ഇങ്ങനെ ഋതിയെ വഴക്ക് പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ വന്നാൽ ജോലി ചെയ്തോണം, അല്ലാതെ ഇവിടെ വന്ന് ഉറക്കം തൂങ്ങാനല്ല. തനിക്ക് എന്തെങ്കിലും വീട്ടിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഇവിടെ വന്നിട്ടല്ല. ഇവിടെ ഒത്തിരി പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. രാധമ്മ സന്തോഷത്തോടെ രാജുവിന്റെ അടുത്തോട്ട് വന്നിട്ട്, ആഹാ, ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു വിട്ടാരോ മോനെ, വെറുതെ എന്തിനാ ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്നത്? ഋതികയ്ക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ. രാജുവും തകർത്ത് പിടിച്ച് അഭിനയിക്കുക. മേലാൽ ഇനി ഇതിവിടെ ആവർത്തിച്ചേക്കത്, മനസ്സിലായോ? ആ മനസ്സിലായി, എന്നാ പൊയ്ക്കോ എന്നിങ്ങനെ ഋതിയോട് പറയുമ്പോൾ ഋതിക തലകുനിച്ചങ്ങ് പോവുകയാണ്. അവൻ ഋതികയുടെ ആ പോക്ക് കണ്ടിട്ട് രാധമ്മയ്ക്ക് എന്താ ഒരു സന്തോഷം. എൻ്റെ രാധമ്മേ, ഇത്രയ്ക്ക് നെകളിക്കല്ലേ മോനെ. ഇവള് ജോലി ചെയ്യുന്നില്ലേ? അമ്മ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കര ക്ഷീണം. ഇവിടെ വന്നിരുന്ന ഉറക്കം തൂങ്ങല. ആ ഔട്ട്ഹൗസിലല്ലേ കിടക്കുന്നത്, കൊതുക് ശല്യം കാണും, രാത്രി ഉറങ്ങാനും പറ്റി കാണത്തില്ലായിരിക്കും. ഓർക്കുമ്പോൾ പാപത്തം തോന്നും, പക്ഷെ ഓർക്കാതിരിക്കുന്നതാ നല്ലത്. ഇവര് കാട്ടിക്കൂട്ടിയത് വല്ലതും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റൂ? അതൊക്കെ പോട്ടെ, മോൻ ഇങ്ങോട്ട് ആഹാരം കഴിക്കും എന്നും പറഞ്ഞ് രാധമ്മ രാജുവിന്റെ കയ്യിലോട്ട് പിടിക്കുമ്പോൾ രാജു അയ്യോ എന്ന് പറയുന്നു. കയ്യിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നില്ല. അയ്യോ എൻ്റെ മോനെ, എന്തു പറ്റി? അമ്മ ഒരു ചെറിയ മുറിവ്, ഒരു കുഴപ്പമില്ല. അയ്യോ, ഇതെന്താ, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. രാധമ്മ ഒരു വലിയ വിഷയവാക്കിയത് അങ്ങോട്ട് കാണിക്കുക. അമ്മ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, ഒരു പ്രശ്നവും ഇല്ല. മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം. അമ്മേ വേണ്ട, ഇതൊരു വെറും ചെറിയ മുറിവാ അമ്മേ. എന്നാ മോൻ വാ, വന്ന് ആഹാരം കഴിക്കും എന്നും പറഞ്ഞ് രാജുവിനെ വിളിച്ചോണ്ട് പോവുകയാണ് രാധമ്മ. റോഷ്നി അപ്പോൾ ആൻറ്റി എന്നും വിളിച്ചോണ്ട് രാധമ്മയുടെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട്. ആൻറ്റി വന്നിട്ടുണ്ടെന്നൊരു സ്റ്റാഫ് പറഞ്ഞു, അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഞാൻ വന്നിട്ട് അധിക നേരമൊന്നും ആയില്ല. ഞാൻ എൻ്റെ മോനെ കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുവന്ന. അതെന്താ രാജു ഹോട്ടലിലെ ഭക്ഷണമൊന്നും കഴിക്കില്ലേ? അതൊന്നും പറ്റില്ല, ഹോട്ടലിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ കൊള്ളില്ല. നമ്മൾ പേടിച്ചിട്ട് എങ്ങനെയാ അവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കുന്നത്? ഓർക്കാപ്പുറത്തെ നമ്മുടെ വയറിനിട്ട് പണി കിട്ടും. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമേ അത് വിൽക്കാനുള്ളതാ, എന്നാൽ വീട്ടിലുണ്ടാക്കുന്നതോ അത് കഴിക്കാനുള്ളതാ. അതാ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒന്നൊന്നര തള്ളാണല്ലോ ഈ രാധമ്മ തള്ളുന്നതെന്ന് റോഷ്നിക്കും രാജുവിനും മനസ്സിലായി. റോഷ്നി ചോദിക്കുന്ന, ആൻറ്റി, രാജുവിൻ്റെ കല്യാണ വിവരമൊക്കെ എന്തായി? എൻ്റെ മോൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ച്. കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് സാറിൻ്റെ മോളാ. വിവരങ്ങളൊക്കെ റോഷ്നി അറിഞ്ഞു കാണുമല്ലോ? ആ, ഞാൻ അറിഞ്ഞു. റോഷ്നി ആകെ സങ്കടത്തിലാണ്. കല്യാണത്തിന് മുമ്പ് ചില പൂജകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി കൊണ്ട് പറയാൻ, രാജുവിന്റെ കല്യാണ ഡ്രസ്സ് ഈ കമ്പനി നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം. രാധമ്മ നോക്കുമ്പോൾ റോഷിയുടെ മുഖത്തെ തെളിച്ചവും പ്രകാശവും എല്ലാം പോയി ഡള്ളായിട്ടിരിക്കുന്നു. ഇവക്കിത് എന്ത് പറ്റി? ഉടനെ റോഷ്നി പറയും, ആൻറ്റി, എനിക്കൊരാഗ്രഹമുണ്ട്, ഞാനത് പറഞ്ഞോട്ടെ. ഞാനത് തുറന്നു പറയുമ്പോൾ ആൻറ്റിക്കൊന്നും തോന്നരുത്. എന്താ മോള് പറഞ്ഞോ. ഞാൻ വലിയ ബിസിനസ്സുകാരനായ തോട്ടത്തിൽ വിശ്വനാഥന്റെ മകളാണെന്നറിയാലോ. അതൊക്കെ ഞാൻ എന്നേ അറിഞ്ഞതല്ലേ. എന്താ പറയാൻ വന്ന കാര്യം പറ. ആൻറ്റിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് എൻ്റെ അമ്മയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. എനിക്ക് രാജുവിനെ വലിയ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമേ, രാധമ്മയുടെ മുഖം അങ്ങ് മാറി. ഞങ്ങളുടെ കല്യാണം നടത്തിക്കൂടെ? ആൻറ്റി എന്തു പറയുന്നു? ഇത് വല്ലതും പഴയ രാധമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാധമ്മ തുള്ളിച്ചാടിയാനെ. ഇപ്പോഴത്തെ രാധമ്മയോട് ഇതൊക്കെ ചോദിക്കാവോ? രാധമ്മ പറയാ, മോഹിച്ചതൊക്കെ കൊള്ളാം, ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. കണ്ണിന് കാഴ്ചയുള്ള ഏത് പെണ്ണും എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടു പോകും. പക്ഷെ നടക്കില്ല മോളെ ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചേരെ. വലിയ പ്രതീക്ഷയോടെയാണ് രോഷിണി സംസാരിച്ചത്. മുഖത്തടി കിട്ടിയതുപോലെയായി അവൾ അങ്ങനെ കുനിഞ്ഞു നിൽക്കുക. തോട്ടത്തിൽ വിശ്വനാഥനെ പോലെ ഒന്നും അല്ല കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് സാർ, അറിയാവോ? രാധമ്മയുടെ ചോദ്യമാണ്. അദ്ദേഹത്തിന് രാജ്യം മുഴുവനും സ്വത്തുള്ളതാ. അമ്മയുടെ ഈ നന്ദിയില്ലാത്ത വാക്ക് കേട്ടിട്ട് രാജു പെട്ടെന്ന് അമ്മേ എന്നിങ്ങനെ വിളിക്കുക.
നീ അവിടെ മിണ്ടാതിരിക്കും, ഞാൻ പറയട്ടടാ. രാധമ്മ അഹങ്കാരത്തോടെ പറയാ, കൃഷ്ണരാജിന്റെ ഏക മകളെയാണ് എൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിന്റെ അച്ഛനെ ആ തോട്ടത്തിൽ വിശ്വനാഥൻ എൻ്റെ മോനെ ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ടാവും. എൻ്റെ രാധമ്മേ, ആ തോട്ടത്തിൽ വിശ്വനാഥൻ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ മോൻ ഇന്ന് എവിടെ നിൽക്കുമെന്ന് വല്ലതും അറിയായിരുന്നോ? അതിന് നിന്റെ അച്ഛൻ എത്ര കാശ് വേണമെന്നങ്ങ് പറഞ്ഞാൽ മതി, ഞാനങ്ങ് തന്നേക്കാം. രാജു വീണ്ടും അമ്മേ. ഇവൻ ഈ അമ്മേ അമ്മേന്ന് വിളിക്കാനല്ലാതെ വാ തുറന്ന് സംസാരിക്കാൻ അറിയില്ലേ? രാധമ്മ ദേഷ്യത്തോടെ രോഷിനോട് പറയാം, അങ്ങനെ വല്ലതും നിന്റെ മനസ്സിൽ മോഹമുണ്ടെങ്കിൽ അത് താണ്ടി ഇവിടെ ഉപേക്ഷിച്ചേക്കണം. കേട്ടോടി, ആ കണ്ണുകൊണ്ട് നീ എൻ്റെ മോനെ നോക്കുകയോ ശല്യം ചെയ്യുകയോ നീ ചെയ്തേക്കരുത്. അവളുടെ ഒരു കല്യാണാലോചന നാണം കെട്ട് തലകുനിങ്ങനെ നിൽക്കുവാണ് രോഷിനി. എന്താ ഇവിടെ നിൽക്കുന്നത്, നീ ചെല്ല് എന്നൊരാട്ടും കൂടെ ആട്ടി പൊങ്ങച്ചക്കാരി രാധമ്മ. നാണിച്ച് ചമ്മി രോഷിനി പറയാം, സോറി ആൻറ്റി, അവക്കിത് ആവശ്യമായിരുന്നു. അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു അവക്ക് ഋതികയോട്. അപ്പോൾ അവക്ക് കിട്ടേണ്ടത് കിട്ടി. മോനെ നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് രാജുവിനെ വിളിച്ചോണ്ട് പോവുകയാണ് രാധമ്മ. രോഷിനിക്കിട്ട് ഇത്ര പറഞ്ഞതും അവളെ ഒന്ന് ആക്ഷേപിച്ചതും രാജുവിന് വലിയ സന്തോഷമുണ്ട്. അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മനസ്സിൽ നല്ല സന്തോഷം. ചവിട്ടേറ്റ പാമ്പാണ് രോഷിനി. അവളും മനസ്സിൽ പറയാം, ഈ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം, ഞാൻ നടത്തി തരാം. അതേതായാലും കൊള്ളാം. രോഷിനിയും രാധമ്മയും കൂടെ ഏറ്റുമുട്ടട്ടെ. രാധമ്മയുടെ അഹങ്കാരം എങ്ങനെയെങ്കിലും കുറയട്ടെ. നമ്മുടെ ഋതിക അവിടെ ക്യാബിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രേമത്തിന്റെ ഞരമ്പ് രോഗിയായ സന്ദീപ് അവളുടെ ക്യാബിലോട്ട് പോവുകയാണ്. ഋതിക, ഞാൻ വർമ്മ സാറിനെ കാറിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷെ വർമ്മ സാറ് സമ്മതിച്ചില്ല. അതിന് ഞാൻ എന്ത് വേണം, പോടാ പുല്ലേ എന്നിങ്ങനെ ഋതിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വർമ്മ സാറോട് എനിക്ക് വലിയ റെസ്പെക്റ്റ്. എന്തൊരു അടിപൊളി മനുഷ്യനാണ് അദ്ദേഹം. ആറിന്റെ കൂടെ നടന്നിട്ടും ആ രാജുവിനൊന്നും ആ സ്വഭാവമൊന്നും കിട്ടിയില്ലല്ലോ. അതാണ് എനിക്ക് അത്ഭുതം. ഋതിക ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വർമ്മ സാറിനോട് പറയാത്തത് എന്താണെന്ന് അറിയാവോ? ഋതിക ഈ ഓഫീസിൽ ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഋതികയെ. എന്താ ഋതിക ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല സാർ. ഋതിക അവനെ ഒന്നും നോക്കുന്ന പോലുമില്ല. രാജുവാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഓഫീസിൽ കൂടെ നടന്നു വരുമ്പോൾ ഓഫീസിലെ CCTV ക്യാമറയിൽ അവന്റെ ഋതികയുടെ അടുത്ത് സന്ദീപ് ഇങ്ങനെ നിൽക്കുന്നു. രാജുവിന് സഹിക്കുവോ? ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചേ അടങ്ങൂ എന്നിങ്ങനെ രാജു ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അയ്യോ, പ്രേമരോഗിയുടെ ഡയലോഗ് കേട്ടോ. ഇനിയുള്ള ഈ ഒരു ജന്മം മുഴുവൻ എൻ്റെ ഋതിക ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും എനിക്ക് മടുക്കത്തില്ല. ഋതികയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്ന് തോന്നുന്നു. ഋതിക പറയാം, സാറേ, സാറിന് ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അതെന്താ ഋതിക, ഞാൻ എൻ്റെ ഋതികയോട് ഓഫീസ് കാര്യങ്ങൾ പറയാനോ? ഋതിക എൻ്റേതാണെന്ന് ഋതികയ്ക്ക് എന്താ അറിയില്ലേ? സാറേ, ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. സാർ ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്. അതുകൊള്ളാം, ശല്യപ്പെടുത്താനോ? എൻ്റെ ഋതികയോട് എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ട ചില കാര്യങ്ങൾ. എനിക്ക് ലഞ്ച് കഴിക്കാൻ പോകണം എന്നും പറഞ്ഞ് ഋതിക ബാഗിൽ നിന്ന് അവിടെ ലഞ്ച് ബോക്സ് എടുത്തോണ്ട് പോവാ. ഋതിക പോകാതെ അവിടെ നിന്നെ എന്നും പറഞ്ഞ് അവൻ ഋതികയുടെ പുറകെ വെച്ച് പിടിക്കുവാണ്. ഋതിക പോവല്ലേ പ്ലീസ്, എനിക്ക് പറയാനുള്ളതെന്നോ കേട്ടിട്ട് ഋതിക പോ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? സാർ എൻ്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. ഋതികെ, ഞാൻ ഈ കമ്പനിയിലെ MD-മാരിൽ ഒരാള്. അതിനെന്താ, ആരും ആയിക്കോട്ടെ, ദയവേത് ഇവിടെ നിന്ന് മാറിക്കേ. എന്തിനാ ഋതിക ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാറേ, സാർ ഇവിടുന്ന് മാറ്. ഇവിടുന്ന് മാറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവും. അത് പിന്നെ സാറിന് വലിയ നാണക്കേടാവും. അങ്ങനെ സ്റ്റാഫൊക്കെ വന്നാൽ എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോലീസിൽ കേസ് കൊടുക്കും. സ്ത്രീപീഡനമാവും കേസ്. സാറ് പിന്നെ ജയിലിലും ആകും. ഋതികയെ വേണ്ട, നീ ഭീഷണിപ്പെടുത്തല്ലേ. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നു. ഇത് പറയാനാ ഞാൻ വന്നത്. എന്നാലേ എനിക്ക് ആരെയും കല്യാണം കഴിക്കണ്ട. ഞാൻ കല്യാണം കഴിച്ചതാ. അതൊക്കെ എനിക്കറിയാം ഋതികയെ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത്. ആവേശം മൂത്ത് തണ്ട സന്ദീപ് ഋതികയുടെ അടുത്തോട്ട് നീങ്ങി ചെന്നിട്ട്, ഞാൻ നിന്നെ കല്യാണം കഴിക്കും, ഭാര്യയായിട്ട് നിന്നെ ഞാൻ കൂടെ താമസിപ്പിക്കുകയും ചെയ്യും. ഋതിക അവന്റെ നെഞ്ചി പിടിച്ചെടുത്തുള്ളൂ, മാറടാ അങ്ങോട്ട്. സന്ദീപ് ഋതികയുടെ കൈക്ക് കയറി പിടിച്ച്, നീ കിടന്ന് അലറല്ലേ, എന്റെ കയ്യേന്ന് വിടാനാ പറഞ്ഞത്. എന്റെ കൈവിട്, എന്റെ കൈവിട് എന്ന് പറയേണ്ട ആരാ വരുന്നേ നോക്കിക്കേ, നമ്മുടെ രാജു. ആ രണ്ടുണ്ടക്കണ്ണും വെളി തുറിച്ച് നോക്കിക്കൊണ്ട്, ഡാ മര്യാദകൾ കാണിക്കുന്നടാ. സന്ദീപിന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. പുറത്തോട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തി അവന്റെ ചെവിക്കുറ്റിക്ക് ഒരു ഒറ്റപ്പെട. ഓഫീസിനകത്ത് പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നോടാ. ഞാൻ അവളോട് മര്യാദകളൊന്നും കാണിച്ചിട്ടില്ല. അഥവാ കാണിച്ചെങ്കിൽ തന്നെ നീ ആരാടാ ചോദിക്കാൻ? അയ്യോ, സന്ദീപിന്റെ ചോദ്യം അടുത്തടിയവൻ താൻ എരന്നു മേടിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയണോടാ? ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അവള്, എൻ്റെ ഭാര്യ. നിനക്ക് മനസ്സിലായോടാ? ഇനി ഇവളുടെ നേരെ എന്തെങ്കിലും വിളച്ചിലുവാട്ട് നീ വന്നാൽ, മോനെ സന്ദീപേ, നീ വിവരം അറിയും.
അപ്പോൾ രാധമ്മ ആ ഡോറ് തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്താ ഇവിടെ? ഋതിക അത് കണ്ടോണ്ട് എളുപ്പം ഓടി അങ്ങ് മറഞ്ഞു. എന്താ മോനെ? ഒന്നുമില്ലമ്മേ, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബിസിനസ് കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു തർക്കത്തിലായി. എന്നിട്ട് തർക്കം തീർന്ന മോനെ? അത് തീർന്നല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ സന്ദീപ് താണ്ട പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ആരാടാ മോനെ ഇവൻ? ഇവനെ ആ രോഷ്ണിയുടെ ചേട്ടന്. നമ്മുടെ കമ്പനിയിൽ ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അവന്റെ പേരെന്താ മോനെ? സന്ദീപ് വിശ്വനാഥൻ. രാധമ്മയുടെ ഒരു നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ ഇപ്പൊ തന്നെ സന്ദീപിനെ മൂക്കിക്കയറ്റി വാനത്തോട്ട് വിടുമെന്ന് തോന്നുന്നു. അങ്ങനെ രാധമ്മയും രാജു കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുക. രാധമ്മ ചോദിക്കുന്നു, മോനെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ അറിവുകേട് കൊണ്ടായിരിക്കും. എന്താ അമ്മേ? അമ്മ പറ. ഞാനത് ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് ദേഷ്യം ഉണ്ടാവും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് എന്തു എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് ഇത്രയും സ്ഥിരതയൊക്കെ ഉള്ളപ്പോൾ എന്തിനാ ഈ കമ്പനിയിൽ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ആവശ്യം? അമ്മയുടെ ചോദ്യം ന്യായമാണ്. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബന്ധത്തിന്റെ പേരിലുണ്ടായതാ. എന്നോട് സന്മനസ് കാണിച്ച ആ ഒരു വലിയ മനുഷ്യനോട് ഞാൻ കാണിച്ച എന്റെ നന്ദി പ്രകടനം. നന്ദിയും സ്നേഹവും ഒക്കെ വേണം മോനെ. ഉപകാരം ചെയ്തവരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനും പാടില്ല. രാധമ്മേ, ഇതൊക്കെ പറയാൻ നിനക്ക് അറിയാവോ? ആ രോഷ്ണിയുടെ അവിടെ ആങ്ങളുടെ അച്ഛനോടല്ലേ മോന് കടപ്പാട്? അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായിരുന്നു. ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വരാൻ അദ്ദേഹമാണ് ഒരു കാരണക്കാരൻ. ആ മനുഷ്യനെ എങ്ങനത്തെ ആളായിരുന്നു? എന്താ അമ്മേ, അദ്ദേഹത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. അതിനെന്താ, അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ 2 മക്കളും ചീത്തയാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മ പറഞ്ഞത് ശരി തന്നെയാ. തോട്ടത്തിൽ വിശ്വനാഥൻ സാറിന്റെ ക്വാളിറ്റി ഒന്നും മക്കൾക്ക് 2 പേർക്കും ഇല്ല. എന്നാലേ ഈ മക്കളെ 2 പേരെയും വെച്ചുള്ള പാർട്ട്ണർഷിപ്പ് ശരിയാകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. അമ്മയെ, വിശ്വനാഥൻ സാറിനോട് ഞാൻ നിർബന്ധിച്ചുണ്ടാക്കിയതാണ് ഈ പാർട്ട്ണർഷിപ്പ്. പക്ഷേ അതെങ്ങനെ ഈ സന്ദീപിന്റെ പേരിലായി എന്നാണ് എനിക്ക് ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ നീ അത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ഇവനെയൊക്കെ കമ്പനിയിൽ കേട്ടുന്നത് അത്രയ്ക്ക് നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആങ്ങളെയും പെങ്ങളും പഴയ 2ന്റെയും മുഖത്ത് നോക്കിയാലറിയാം എന്തോ ഒരു ലക്ഷണപ്പെസകേട്. നിനക്ക് ആ വിശ്വനാഥൻ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ? അമ്മ പറയുന്ന ഈ അതൃപ്തിയൊക്കെ എനിക്കും അവരോടുണ്ട്. അതിനുവേണ്ടി 2-3 വട്ടം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചു. പക്ഷെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടെയാ താമസിക്കാൻ നീ പെട്ടെന്നൊന്ന് അന്വേഷിക്കേ. എന്നിട്ട് നീ പോയി അദ്ദേഹത്തെ കാണ്. അമ്മ പറഞ്ഞ ശരിയാ, അടുത്ത ദിവസം തന്നെ ഞാൻ പോകാം. എടാ മോനെ, ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 എണ്ണത്തിന്റെ മുഖത്ത് നോക്കിയാലറിയാം അവരെന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന്. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കും. അമ്മ പേടിക്കൊന്നും വേണ്ട. ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒക്കെ കുറച്ച് വർഷത്തേക്ക് മാത്രമാണ്. അതുവരെ ഇങ്ങനെ പോട്ടെ. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ആവശ്യങ്ങൾ എഗ്രിമെന്റും ഒക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനും പറ്റില്ല. രോഷ്ണിയെ സന്ദീപിനെയെ കണ്ട് അമ്മ പേടിക്കാനൊന്നും പോകണ്ട. അവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഈ സമയം ആ സന്ദീപ് ഒരു ചുവന്ന കാറിൽ വരുന്നുണ്ട്. ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കള്ളനെ പോലെ അവൻ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു ലക്ഷണപ്പിഴക്കേട് കാണുന്നു. അവൻ പെട്ടെന്ന് മുകളിലോട്ട് കയറി ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ദൈവമേ, എന്തായി കാണുന്ന കാഴ്ച! നമ്മുടെ ഋതികയുടെ അമ്മ പത്മാവതിയെ അവിടെ ബന്ധിച്ചിരിക്കുവാണ്. കൈ പുറകോട്ട് കെട്ടി അവളുടെ വായിൽ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. അവക്ക് കാവലായിട്ടൊരു ഗുണ്ടയെ അവിടെ നിർത്തിയിരിക്കുന്നു. നമ്മുടെ രാധമ്മ ഒറ്റ നോട്ടത്തിൽ തന്നെ സന്ദീപിനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ, ഇവൻ ആള് ശരിയല്ലെന്ന്. അവന്റെ മുഖത്ത് നോക്കിയാലോ ഒരു വശപ്പെസ കൊണ്ടെന്ന്. ഇവൻ ഇത്ര വലിയ ക്രൂരനായിരുന്നോ? പത്മാവതിയുടെ 2 സൈഡിലും 2 ഗുണ്ടകളുണ്ട്. ആ സന്ദീപ് ഒരു ചെയറെടുത്ത് പത്മയുടെ മുന്നിലോട്ടിട്ട്, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, മാഡത്തിന് സുഖം തന്നെയല്ലേ? മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണല്ലേ? എന്താടോ ഇതൊക്കെ? ഈ മാഡത്തിന് മിണ്ടാനോ കരയാനോ ഒക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണ്ടേ? ഈ മാഡം ഒരു സെലിബ്രിറ്റിയാടോ. അതിലൊക്കെ മേലെ സൂര്യമംഗലം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാ. ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. അപ്പോൾ ഒരു ഗുണ്ട പത്മയുടെ മുഖത്തൊട്ടിച്ചിരുന്ന പ്ലാസ്റ്റർ എടുത്തങ്ങ് മാറ്റി. എന്താടാ, സ്ത്രീകളോടാണോടാ നിന്റെ അതിക്രമം? എന്നെ അഴിച്ചു വിടടാ. സന്ദീപ് പറയും, അതാണല്ലോ പ്രശ്നം. തടവിലാണെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴിയില്ലെങ്കിലും ആ രാജരക്തം തിളയ്ക്കുന്ന കണ്ടോ? വാക്കുകളല്ലല്ലോ, കൽപ്പനയാണ്. നീയൊക്കെ എന്തിനാടാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? അത് പറയടാ. ആവശ്യമുണ്ടായിട്ടല്ലേ മാഡം മാഡത്തിനെ പിടിച്ചിങ്ങനെ തടവിലാക്കിയിരിക്കുന്നത്? അനാവശ്യമായിട്ട് ആരെങ്കിലും ഇത്ര റിസ്ക് എടുക്കുവോ? നിനക്ക് എന്താടാ എന്നെ കൊണ്ട് നേടാനുള്ളത്?
അതെ, നേടാനുള്ളതൊക്കെ ഞാൻ പിറകെ പറയാം. ഇപ്പോൾ എനിക്ക് അറിയാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റ ചോദ്യം, രാജു എങ്ങനെ ഇത്രയും വലിയൊരു കോടീശ്വരനായി? തോട്ടത്തിൽ വിശ്വനാഥൻ എന്ന ഒരാളുടെ മകൻ, ഒരു സാധാരണ ചെറുപ്പക്കാരനെ സന്ദീപ് വിശ്വനാഥൻ എന്ന ഞാൻ, എന്റെ അന്വേഷണം ചെന്ന് നിന്നത് വിദേശ കമ്പനികളിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത കോടീശ്വരനായ രാജു എന്ന എന്റെ കോളേജ് കാല സുഹൃത്തിലാണ്. എന്നേക്കാൾ വളർന്നുപോയ ഒരു സുഹൃത്തിനുള്ള അസൂയ കൊണ്ടാകാം ഞാൻ ഈ അന്വേഷണം നടത്തിയത്. കേവലം 2-2.5 വർഷം കൊണ്ട് ഒരാൾ ഇത്രയും വലിയ കോടീശ്വരനാകുന്നത് എങ്ങനെയാ? ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ മേധാവിയെ പോലെ ഞാനത് അന്വേഷിച്ചു. ഇവന് കാശുണ്ടാക്കാനുള്ള മൂല ശ്രേയസ് എവിടുന്നാണെന്ന്. അപ്പോഴല്ലേ എന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ലൈറ്റ് സൂര്യമംഗലത്തിലോട്ട് വീശിയടിച്ചത്. രാജുവിന്റെ അമ്മായിയമ്മ പത്മാവതി തമ്പുരാട്ടി കോടാനുകോടികളുടെ ഉടമയാണെന്ന സത്യം. എടാ, എന്നെ അഴിച്ചുവിടാനാ നിന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ അവസാനമാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മേഡം, അലറാതെ. ഞാൻ നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അറിയാനുള്ള ആങ്സൈറ്റി കൊണ്ട് ഞാനങ്ങ് ചോദിച്ചതാ. രാജുവിന് കോടീശ്വരനാകാനുള്ള മൂലധനം ഇറക്കിയത് നിങ്ങളല്ലേ? ആണെങ്കിൽ എന്താടാ, രാജു എന്റെ മരുമകനാണ്, എന്റെ മകളുടെ ഭർത്താവ്. മകളുടെ ഒരു ഭർത്താവ്. എന്നാലേ ഇനിയാണ് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ ഇനി പത്മാവതി മേഡം കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം. ഒരിക്കലെല്ലാം തകർന്ന് തരിപ്പണമായി. ഈ രാജു വേണുഗോപാൽ ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ മുന്നിലോട്ട് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. സഹതാപം തോന്നി. അച്ഛൻ അന്ന് അവന് നൽകിയ ഒരു കരുത്താണ്. എനിക്ക് വെച്ചിൻ്റെ ഒരു പ്രോജക്റ്റ് അച്ഛനെടുത്ത് അവന് കൊടുത്തു. രാജു വളർന്ന് വലുതായപ്പോൾ അവൻ എൻ്റെ അച്ഛന് നൽകിയ സ്നേഹ ഉപഹാരമാണ് RR എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനി. പിന്നെ ഇന്ത്യയിലെ ചില ബിസിനസ്സുകളുടെ ഒരു ഷെയറും. എൻ്റെ അച്ഛൻ തോട്ടത്തിൽ വിശ്വനാഥൻ ഒരു പാവമാ. ഒരു നെറുകേടും എൻ്റെ അച്ഛൻ ചെയ്യില്ല. എന്നാൽ മകനായ ഞാൻ നെറുകേടേ ചെയ്യൂ. അച്ഛൻ്റെ പേരുള്ള ആ ഷെയറെ ഞാനിങ്ങ് സ്വന്തമാക്കി. അച്ഛൻ വാ തുറക്കില്ല. തുറന്നാലേ എൻ്റെ അമ്മ കൈകാര്യം ചെയ്തോളൂ. ബെസ്റ്റ് ഫാമിലി. കാരണം എന്താണെന്നറിയോ? എൻ്റെ വിജയം കാണാനായി എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകൾ ഋതികയെ RRലെ ഒരു ജോലിക്കാരിയാ. എടാ, നിനക്ക് തെറ്റി. എൻ്റെ മകളെ ആ കമ്പനിയിലെ ജോലിക്കാരിയൊന്നും അല്ലടാ. ആ കമ്പനിക്ക് 2 MDമാരാണുള്ളത്, രാജു ആൻഡ് ഋതിക. അതാണ് RR. എന്നാലേ അതൊക്കെ അങ്ങ് മാറും മേഡം. രാധമ്മ ഉണ്ടല്ലോ, ആ രാജുവിന് വരെ കല്യാണം ആലോചിക്കുക. എന്നാൽ അതൊന്നും നടക്കില്ലടാ. ഈ പത്മാവതി ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കില്ല. രാജുവും ഋതിയെ ഒരുമിച്ച് തന്നെ ജീവിക്കും. മേഡം, ഞാൻ പറയുന്ന നിങ്ങൾ അനുസരിച്ചാൽ കുറച്ചു കാലം കൂടെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും. എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, ഋതികയാ. ഋതികയെ ഞാൻ സ്വന്തമാക്കുന്നത് എന്തിനാണെന്നറിയാവോ? അവൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വത്തിന് വേണ്ടി. എന്നിട്ട് ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് അവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് പറയുന്നു, ഇവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തു പോയേക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ഗുണ്ട ആ പ്ലാസ്റ്റർ എടുത്ത് പത്മാവതിയുടെ വായിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ട്വിസ്റ്റ്. ഇവൻ്റെ കയ്യിൽ വന്ന് പത്മാവതി ചാടുവന്നു. ഇനി എന്തായാലും പത്മാവതി രാജു അവിടുന്ന് രക്ഷപ്പെടുത്തും. കാരണം തോട്ടത്തിൽ വിശ്വനാഥൻ സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഫോൺ റിങ് ആകുന്നതേ ഉള്ളൂ എന്ന് രാജുവിന് മനസ്സിൽ സംശയം തോന്നിയിട്ടുണ്ട്. ഈ സന്ദീപ് എന്തെങ്കിലും അച്ഛനെ ചെയ്ത് കാണുമോ എന്നുള്ള ഒരു സംശയവും രാജുവിൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ ഈ സന്ദീപ് എവിടേക്കാണ് പോകുന്നതെന്ന് രാജു അറിയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ സന്ദീപ് പത്മാവതിയുടെ അടുത്തോട്ട് പോകുന്നത് അവൻ കണ്ടുപിടിച്ചിട്ട് പുറകെ ചെന്ന് അവന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് പത്മാവതി അവിടുന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.